SDPIയുടെ ഈ പിന്തുണ പ്രഖ്യാപനത്തിലൂടെ SDPIയെ ഇടത് വലത് മുന്നണികൾ ഏതു രീതിയിലാണ് കാണുന്നത്, പരസ്യമായി ഏതു രീതിയിലാണ് കാണുന്നത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. ഇരുവരും നിരാകരിക്കുന്ന കാഴ്ച കണ്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ പിന്തുണയ്ക്കാം എന്നുള്ള തീരുമാനം നാളെ ഒരു കാലത്ത് ഏതെങ്കിലും രീതിയിൽ കേരളത്തിൽ കോൺഗ്രസ് ജയിക്കാനിടയായതിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവകാശവാദവുമായി SDPIക്ക് അവരുടെ കൂടെ നിൽക്കാം എന്നുള്ള ഒരു സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. രാഷ്ട്രീയ നിലപാടുകൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ചാനലുകളും, മാതൃഭൂമി ഉൾപ്പെടെ പല ചാനലുകളും നടത്തിയ സർവേ പ്രകാരം കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല മണ്ഡലങ്ങളും നിർണായകമാണ്. ബലദേവ് പറഞ്ഞതുപോലെയല്ല, കേരളത്തിലെ 100 വോട്ടാണെങ്കിൽ പോലും ആ 100 വോട്ട് നിർണായകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. 20 നിയോജക മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തീർച്ചയായിട്ടും ജനാധിപത്യത്തിനെ ശക്തിപ്പെടുത്താനും രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും വേണ്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കൃത്യമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ആ നിലപാട് നാടിൻ്റെ വികസനത്തിനും നാടിൻ്റെ നന്മക്കും മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സംവിധാനം എന്നുള്ള രീതിയിൽ ഇന്ന് നിലവിൽ ഇന്ത്യ മുന്നണിയാണ് ആകെ പ്രതീക്ഷ നൽകുന്നത്. ആ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന, കേരളത്തിലെ UDFന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനും UDFനുമാണ് SDPI പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ഈ പ്രവാസ ലോകത്തും നമ്മളെ കേരളത്തിലും പൊതുസമൂഹത്തിനിടയിലും അത്യധികം സ്വീകാര്യത നേടിയ ഒരു തീരുമാനമാണ്. ജനങ്ങൾ ഒന്നാകെ അതിനെ ഏറ്റെടുത്തിരിക്കുന്നു. അതിന്റെ പ്രതിഫലനം എന്തായാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. മുന്നണിക്ക് കോൺഗ്രസ് ആണ് നേതൃത്വം കൊടുക്കുന്നത് എന്ന് താങ്കൾ പറഞ്ഞുവല്ലോ. നമുക്കറിയാം ഇന്ത്യ മുന്നണിക്ക് അകത്തുള്ള പടലപ്പിണക്കങ്ങളൊക്കെ അവരൊക്കെ കോൺഗ്രസ് കഴിഞ്ഞ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നടന്ന കോൺഗ്രസിന്റെ വലിയ പരാജയത്തോടെ കോൺഗ്രസിന്റെ ആ ഒരു മുഖം പ്രതിച്ഛായയൊക്കെ തകർന്നിരിക്കുകയാണ്. പലരും കോൺഗ്രസിനോട് മാറി നിൽക്കാനും തങ്ങളുടെയൊക്കെ ദേശീയ നേതാക്കൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരട്ടെ എന്നുള്ള ആലോചനകളൊക്കെ നടക്കുന്ന സമയത്താണ്. അതുകൊണ്ട് കോൺഗ്രസ് ആണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ പ്രധാന സ്ഥാനം വഹിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ പിന്തുണയ്ക്കാം എന്നുള്ളത് തന്നെയാണോ യഥാർത്ഥത്തിലെ വസ്തുത? രോഹിണി നമ്മുടെ ഉല്ലാസ് ബാബുവിൻ്റെ ഭാഷയിൽ സംസാരിക്കരുത്. നല്ലൊരു മാധ്യമ പ്രവർത്തകയാണ്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അത് സംഘികളുടെ അല്ലെങ്കിൽ ഉല്ലാസ് ബാബുവിൻ്റെ ഭാഷയാണ്. ഇന്ത്യ മുന്നണിയാണ്. ആ ഇന്ത്യ മുന്നണി ഇന്ത്യ രാജ്യത്തുണ്ടാക്കിയിരിക്കുന്ന ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു യോജിപ്പുണ്ട്. ആ യോജിപ്പ് കാലഘട്ടത്തിൻ്റെ ഒരു യോജിപ്പാണ്. ആ യോജിപ്പിലാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ UDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ പിന്തുണ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അതുപോലെ തന്നെ സംഘപരിവാറിനെതിരായിട്ടുള്ള ഓരോ വോട്ടും സമാഹരിക്കാനുള്ള കേരളത്തിലെ, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ആഗ്രഹം അത് പൂത്തുലയുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ഇന്ത്യ രാജ്യത്ത് 39% വോട്ടുകൾ മാത്രമുള്ള NDAക്കെതിരെ 61% വരുന്ന ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഒരുമിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. 400 വോട്ട് 400 സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ വന്ന് മോദി പ്രസംഗിച്ചതിന് ബദലായിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് മാറ്റമുണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട.